വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഹോം മെയ്ഡ് കുക്കീസിൻ്റെ റെസിപ്പിയാണേ. അതായത് ഓവനൊന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുക്കീസിൻ്റെ റെസിപ്പിയാണേ. ഇത് നമ്മൾ മെയിനായിട്ടും ഓട്സ് കൊണ്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഓട്സ് നമുക്കിങ്ങനെ കുക്കീസൊക്കെ ആയിട്ട് നമ്മൾ ഡെയിലി എപ്പോഴും ഇങ്ങനെ ഷുഗറൊക്കെ ഉള്ളവരൊക്കെ ഓട്സ് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ ചെയ്യാതെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനാണേ. നമ്മൾ അതിന് വേണ്ടി ഒരു 2 സ്പൂൺ ഓട്സ് ആദ്യം ഒരു ചെറിയ തീയിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. നമ്മൾ കുറച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ശർക്കരപ്പാനി നമ്മൾ അപ്പുറത്ത് തിളപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ബൈൻഡ് ചെയ്യാൻ, ഈ ഓട്സ് ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ട നമ്മൾ ആ ഗോതമ്പ് പൊടിയും നമ്മുടെ ഓട്സും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു നുള്ളു ബേക്കിംഗ് സോഡ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുക്കീസ് നന്നായിട്ടൊന്ന് ഒരു നല്ല ടെക്സ്ചറിലൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് നെയ്യും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തു. ഒരു പിഞ്ച് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 സ്പൂൺ പിന്നെ നമ്മളിതിലേക്ക് 2 സ്പൂൺ മിൽക്കും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ ശർക്കരപ്പാനിയും കൂടെ കുറച്ച് ശർക്കരപ്പാനി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ 2 തവി ആദ്യം ഓട്സ് എടുത്തു, ജസ്റ്റ് ഒന്ന് ചൂടാക്കി. അതിനുശേഷം 2 സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്തു. ഒരു നുള്ളു ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പും അതുപോലെ കുറച്ച് നെയ്യ് ആഡ് ചെയ്തു. കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ കുറച്ച് ഡേറ്റ്സ് നമ്മൾ നല്ല ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞ് നമ്മളൊന്ന് അതും കൂടെ നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമുക്കിതിനകത്ത് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മളിതിനകത്ത് കുറച്ച് കാഷ്യൂ നട്ട്സ് പൊടിച്ചതും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കാഷ്യൂ നട്ട്സ്, കിസ്മിസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടി നമുക്കിതൊക്കെ നമുക്ക് ആഡ് ചെയ്യാവേ. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ മധുരത്തിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് ഡേറ്റ്സ് ആഡ് ചെയ്തത്. നമ്മൾ ആ എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കാതെ തന്നെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതായത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുത്ത് വെക്കണേ. ഇനി നമ്മൾ കുറച്ച് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് കയ്യിലെടുത്ത് വെച്ച് നമ്മളൊരു ഷേപ്പൊക്കെ ആക്കുമ്പോൾ കയ്യിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി വളരെ ഈസിയാണ്. നമ്മൾ ഏകദേശം ഈ കുക്കീസിൻ്റെ ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം കേട്ടോ. നമ്മളിവിടെ പഴയ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. കട്ടിയുള്ള എന്ത് പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാം. നല്ല ചൂട് നിൽക്കുന്ന എന്ത് ഇത് വേണമെങ്കിലും നമുക്ക് എടുക്കാവേ. അതിനുശേഷം ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതിങ്ങനെ ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലോ സാധാ കുക്കീസിൻ്റെയൊക്കെ ഷേപ്പിൽ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് എണ്ണ പുരട്ടി ആ പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമുക്കിത് ഓരോന്നോരോന്നായി എടുത്ത് വെക്കാവേ. വളരെ ഈസി ആയിട്ട് നമ്മൾ എപ്പോഴും ഡെയിലി നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓട്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്താൽ നമുക്ക് കഴിക്കാൻ തന്നെ ഒരു നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയായിരുന്നേ. കഴിക്കാൻ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്കിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വേണ്ട നമ്മുടെ ഇത് ഏകദേശം നമ്മളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു മണ്ടയിൽ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചെന്ന് മാത്രമേ ഉള്ളേ. അപ്പോൾ നല്ല ചൂട് കൊണ്ട് ആ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി ഈ കുക്കീസിന് വേറൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുമേ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ചോക്ലേറ്റ്സ് ആഡ് ചെയ്തത്. ഹെൽത്തി ആയിട്ട് ഷുഗർ ആഡ് ചെയ്യുന്നില്ലാത്തവർക്ക് ഈ ഓട്സും ഡ്രൈ ഫ്രൂട്ട്സും ഡേറ്റ്സും ഒക്കെ ആഡ് ചെയ്ത് വേണമെങ്കിലും നമുക്കിത് ഇതുണ്ട്. നമ്മളൊരു മീഡിയം ടു ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കി നമ്മുടെ കുക്കീസ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഒരു 10 to 15 മിനിറ്റ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നേ ഓട്സ് കൊണ്ട് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന്. എന്നാൽ ഏകദേശം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ ഒത്തിരി കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നതായിരുന്നേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.